നമസ്കാരം. ഫോക്കസിൻ്റെ വളരെ സവിശേഷമായ ഒരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഫോക്കസിൻ്റെ ഇന്നത്തെ ലൊക്കേഷൻ മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് തൊട്ടുള്ള പാലിശ്ശേരി മനയിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു അത്ഭുത കാഴ്ച കാണാം. ഈ പെട്ടി 1860 മുതൽ എറനാടിൻ്റെ മറ്റ് ഭാഗങ്ങളുടെയും ചരിത്രം വിളിച്ചോതുന്ന പെട്ടിയാണ്. 1860 മുതൽ ഉള്ള ചരിത്രങ്ങളാണ് ഈ പെട്ടിക്കകത്തുള്ളത്. ഈ ചരിത്രരേഖകളുടെ കാവലാളായ ഈ മനയിലെ ഏറ്റവും പുതിയ തലമുറക്കാരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ പരിചയപ്പെടാം, വിശേഷങ്ങൾ അറിയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പം നമ്മൾ കണ്ടതൊരു വലിയ പെട്ടിയാണ്. ആ പെട്ടിയിൽ നിറയെ ചരിത്രങ്ങളും ചരിത്ര സത്യങ്ങളുമാണ്. ഇത് എത്ര കാലമായിട്ട് താങ്കൾ സൂക്ഷിക്കുന്നുണ്ട്? ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ മുതൽക്കാണ് അതിൽ സൂക്ഷിക്കാൻ തുടങ്ങിയത്. ആ കാലഘട്ടം മുതൽക്കുള്ള രേഖകളാണുള്ളത്. അപ്പോൾ ഒരു 4 തലമുറ. ഇപ്പം നിങ്ങൾ എത്രാമത്തെ തലമുറക്കാരനാണ്? 4ാമത്തെ തലമുറക്കാരനാണ്. ഈ മനക്ക് എത്ര പഴക്കമുണ്ടാവും? മനയുടെ പഴക്കം ഒരു 1889 ഈ മന പണിതതിൻ്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് ആ പെട്ടിക്കകത്തുണ്ട്. ഒക്കെ ഉണ്ട്, ആ പെട്ടിയിലകത്തുണ്ട്. അത് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലുള്ളത്. എന്തുകൊണ്ടാണ് ഇത്ര താല്പര്യം എടുത്ത് ഈ രേഖകൾ സൂക്ഷിക്കുന്നത്? കാരണം പൊതുവേ നമ്മൾ ഈ എന്തെങ്കിലും നമ്മൾ പൊതുവേ പലരും തന്നെ ഈ ചരിത്രങ്ങളൊക്കെ മായ്ച്ചു കളയുന്ന ഒരു കാലഘട്ടം. അപ്പം ചരിത്രങ്ങൾ മായ്ച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അതേസമയം താങ്കൾ ഇത് ഈ ഗവേഷകർക്കും ചരിത്ര പഠന വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ രേഖകൾ മുഴുവനും സൂക്ഷിച്ചു വെക്കാണ്. ഞാൻ ഒരു പത്ര റിപ്പോർട്ടിൽ വായിച്ചത്, നേരത്തെ തട്ടുംപുറത്തായിരുന്ന ഈ പെട്ടി താങ്കൾ വളരെ ബുദ്ധിമുട്ടി ഈ താഴേക്ക് എത്തിച്ച ഒരു കഥ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സൂക്ഷിക്കണം എന്ന് തോന്നണത്? അതെന്താന്ന് ചോദിച്ചാൽ, കുട്ടിക്കാലം മുതൽ തന്നെ ഇതേപോലെ എനിക്ക് പഴയ പത്രങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് മഹാത്മാഗാന്ധി മരിച്ച ആ മാസിക, അന്നത്തെ മാതൃഭൂമി, അത് ഇന്നത്തെ മാതൃഭൂമിയല്ല, ഒരുപടി നീളമുള്ള മാതൃഭൂമി വായിച്ചായിരുന്നു അന്ന്. കുട്ടിക്കാലം മുതൽക്ക് അതൊക്കെ ഞാൻ എടുത്ത് ഒരു കൗതുകത്തിന് എടുത്ത് വെച്ചിരുന്നു. അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടൊന്നല്ല, ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞു. പിന്നീട് ഈ തറവാടിനോട് ബന്ധപ്പെട്ട ഈ മനയോട് ബന്ധപ്പെട്ട രേഖകളിലേക്ക് താങ്കളുടെ ശ്രദ്ധ വരുന്നത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ അതൊരു 2010 അടുത്ത കാലത്താണ്. ഓ അത് ശരി. ഈ 2002 ആ പെട്ടി ചൂട്ടിലേക്ക് ഇറക്കിയതെങ്കിലും അപ്പം അതിലെന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു അത് ലോക്ക്ഡ് ആയിരുന്നു. അത് അത് തുറക്കും, ഞങ്ങൾ തുറക്കും. അതിലത്തെ പല രേഖകളും പിന്നെ അച്ഛൻ പല റെക്കോർഡുകളും കേസിൻ്റെ ആവശ്യത്തിന്, ഞങ്ങളുടെ അച്ഛൻ കേസിൻ്റെ ആവശ്യത്തിനായിട്ട് ചിലപ്പോഴൊക്കെ ഞങ്ങളോട് തുറന്നിട്ട് തരാൻ പറയും ചില രേഖകളൊക്കെ. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ അതിലത്തെ രേഖകൾ അച്ഛൻ പറയുമ്പോൾ തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പം തന്നെ അങ്ങനെ പലതും ഇങ്ങനെ കണ്ടിട്ടുള്ളൊരു മനസ്സിലൊക്കെ എടുത്ത് വെക്കണം എന്നുള്ളൊരു ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊരു സൂക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. അതെ, അങ്ങനെയാണ് സൂക്ഷിക്കുക. പിന്നെ 2010 ഞാൻ അതിലത്തെ ഡയറികൾ എടുത്ത് വായിച്ചത്, മുത്തശ്ശൻ്റെ ഡയറികൾ. അപ്പം നോക്കുമ്പോൾ അതിൽ പല വിവരങ്ങളും നമ്മളുടെ വെറും അത് ഏത് വർഷത്തെ ഡയറിയാണ്? ഏത് ഡയറി കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ മുത്തശ്ശൻ്റെ, അതേത് വർഷത്തെ ഡയറിയാ? അത് 1890 മുതൽക്കുള്ള 1890 മുതൽക്കുള്ള ഡയറികൾ അതിൽ കണ്ടു. അപ്പം അതിൽ എന്തൊക്കെയാണ് മുത്തശ്ശൻ രേഖപ്പെടുത്തിയിരിക്കണത്? അപ്പം അതിൽ രസമായിട്ടുള്ള പല കാര്യങ്ങളും തോന്നി. അന്നത്തെ യാത്രകളെ പറ്റിയിട്ട്, അന്ന് തൃശ്ശൂർ കാളവണ്ടിയിൽ കയറിയിട്ട് തൃശ്ശൂർ പൂരത്തിന് പോയത് കഥ. ഇതിൻ്റെ പേര് ശങ്കരൻ നമ്പൂതിരി ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് രേഖകളുടെ ഒരു ഇതിന് പത്രങ്ങളിലൊക്കെ വന്ന ഒരു ഇതനുസരിച്ച് 1 രൂപയ്ക്ക് ഒരു ആനശോടതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അതെങ്ങനെയാണ്?
അത് ഒരു പിന്നെ അന്ന് ഈ മുത്തച്ഛൻ ശങ്കരൻ നമ്പൂതിരി വരുന്ന എഴുത്തുകളും ഇത്തരം വേറെ രശീതികളും ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഫയലുണ്ടായിരുന്നു. അതൊരു പഴയ പുസ്തകത്തിൻ്റെ ഇത് പകുതി മുറിച്ചിട്ട് ബാക്കി ആ ഏഴിലിങ്ങനെ ഒട്ടിച്ച് പോരാ. അപ്പോൾ അത് തിരഞ്ഞു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റെസീറ്റ് കണ്ടത്. ഒരു 2000 രൂപയ്ക്ക് ഒരാന. അതെനിക്ക് തോന്നുന്നു അതിനും ഒരു അങ്ങനെ ആവാൻ കാരണം അന്ന് ഈ പണത്തിന് ഭയങ്കര വിഷമമാണ്. നാണ്യം ഒക്കെ നെല്ലാണ്, എല്ലാ ഏർപ്പാടുകളും. അപ്പോൾ എത്ര വലിയ ധനികനായാലും 2000 രൂപ ഒന്നിച്ചെടുക്കാണ്ടാവില്ല. വളരെ 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 കുറച്ച് പേരുടെ കയ്യിലേ 2000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ആനയുടെ ഉടമസ്ഥൻ കരുതിയിട്ടുണ്ടാവണം എനിക്ക് 2000 രൂപ കിട്ടണം ഈ ആനയ്ക്ക് വില. ഒരാളെ നിന്ന് കിട്ടില്ല എന്ന് തീർച്ചയായപ്പോൾ അത് ഷോർട്ട് വെച്ചു. അപ്പോൾ ഒരാൾക്ക് ഒരു നറുക്ക്, ഒരു ഉറുപ്പ്യക്ക് ഒരു നറുക്ക്. അങ്ങനെ 2000 ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആനയുടെ വിലയായി. അതിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് വന്നത്. അതായത് പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു ആന എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതൊരു പക്ഷെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വന്നതായിരിക്കും. അപ്പൊ ഈ ആന പൊതുവെ ഏത് എക്കാലത്തും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിയാണ്. ഇപ്പോഴും ഏത് പ്രായക്കാരനും അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു ജീവിയാണല്ലോ ആന. അന്ന് 2000 രൂപക്ക് ഒരു ആന എന്ന് പറഞ്ഞാല് അക്കാലത്തെ വലിയ സംഖ്യയാണ് 2000. പക്ഷെ അത് എല്ലാവർക്കും ഒന്നിച്ചെടുക്കാൻ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന് തന്നെ ഒരു വളരെ ശാസ്ത്രീയമായ ഒരു ഷോടതിയാണത്. കാരണം ഒരാളിൽ നിന്ന് ഒരു ഉറുപ്പ്യ വാങ്ങുന്നുള്ളൂ. ആ ആനനെ സമ്മാനമായിട്ട് കിട്ടുന്ന ആൾക്ക് ഒരു ഉറുപ്പ്യക്ക് ഒരു ആന കിട്ടുകയാണ്. ഈ ആൾക്ക് അതിന്റെ വില കിട്ടുകയും ചെയ്തു. അതാണ് അതൊരു വലിയ രസകരമായ ഒരു. പിന്നെ മാത്രമല്ല, അപ്പൊ അതിൽ തെരഞ്ഞു നോക്കുമ്പോ പലരും ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഈ ഷോടതി, ആന ഷോടതി. മാത്രല്ല കേട്ടോ, പെട്ടി ഷോടതി, പിന്നെ എന്താണ് വാച്ച് ഷോടതി, ഇങ്ങനെ പല ഷോടതികളും അന്നത്തെ കാലത്ത്. കാരണം ഒന്നിച്ച് പൈസ ഉണ്ടാവില്ല. ഈ സാധാരണ അന്നത്തെ ആനക്ക് പേര് കുഞ്ചു എന്നാണ്. കുഞ്ചു എന്നാണല്ലോ അതിൽ പേര് കാണുന്നത്. ഇപ്പോഴും പല ആനകൾക്കും കുഞ്ചുന്ന് പേരുണ്ട്. ആനകൾക്കുണ്ട്, മനുഷ്യന്മാർക്കും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആനനെ പോലെ ഒരു വലിയ ജീവിനെ കുഞ്ചുന്ന് വിളിക്കാൻ അതിനോടുള്ള ഇഷ്ടവും അതിർപ്പും ഒക്കെ കൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പേരിടുന്നത്. എനിക്ക് തോന്നുന്നത് കുഞ്ചുന്ന് വിളിക്കുമ്പോഴേ അതൊരു വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും തോന്നുന്നൊരു പേരാണ് കുഞ്ചു എന്നുള്ളത്. അതായിരിക്കും. പിന്നീട് നമ്മൾ ഈ കൂട്ടുകൃഷി സമ്പ്രദായം അക്കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇപ്പോൾ കൃഷിൻ്റെ പൊതുവെ കുറവ്, പിന്നെ ഉള്ളത് തന്നെ ഓരോരുത്തർ സ്വന്തമായി ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷെ അക്കാലത്ത് ഒരു കൂട്ടുകൃഷി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിലൊരു വിപ്ലവമാണ്. തീർച്ചയായും. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെന്താ അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെയപ്പോൾ ഇതിങ്ങനെ തോന്നിയതെന്ന് വെച്ചില്ല. എല്ലാ കാര്യത്തിലും അതെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ശങ്കരൻ നമ്പൂതിരിക്ക്. കുറച്ച് കാലം ജീവിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ടില്ല. എത്ര പ്രായത്തിലാണ് അവർ മരിക്കുന്നത്? കൃത്യമായിട്ട് വയസ്സറിയില്ല, എന്നാലും ഒരു 35 വയസ്സിൻ്റെ ഉള്ളിൽ മരിച്ചു. ഓ, അത്ര ചെറുപ്പത്തിലെ? അത്രയും ചെറുപ്പത്തിൽ മരിക്കും. ആ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലൊന്നാണ് ഈ കൂട്ടുകൃഷി സമ്പ്രദായം. അത് എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടാണ് ആ കൂട്ടുകൃഷി തുടങ്ങുന്നത്. അല്ലല്ല, അതും ഒരു വ്യത്യാസമുണ്ട്. അന്നൊക്കെ ഈ നെൽകൃഷിയാണല്ലോ കൂടുതൽ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. നെൽകൃഷിക്കാണ് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും കൃഷി ഒരു വാണിജ്യം അല്ലെങ്കിൽ ഒരു വ്യവസായത്തിലേക്ക് ആക്കി മാറ്റണം എന്നുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങളാണല്ലോ. അപ്പോൾ നെൽകൃഷി മാറിയിട്ട് സുഗന്ധദ്രവ്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അതെ. അപ്പോൾ ഈ കുട്ടുകൃഷി ചെയ്യണമെങ്കിൽ പാട്ടത്തിന് നമ്മൾ സ്ഥലം എടുക്കണമല്ലോ, അല്ലേ? അതെ. അതോ സ്വന്തം സ്ഥലത്താണോ ചെയ്തത്? അല്ല. അതായത് ശരിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഇരുവേറ്റി കാവനൂരടുത്താണ് ഞങ്ങളുടെ തറവാട്. അവിടെയാണ് കുറച്ച് ഭൂമിയും ഇതൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് അധികമില്ല. അപ്പോൾ ഈ കുരുമുളക് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും പോരാന്നുള്ള അദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള ഒരാളെ കാവുങ്ങൽ മംഗലശ്ശേരി, എളങ്കൂറാണ് വീട്. അവർക്കൊരു പടി ഭൂപ്രഭുക്കളാണ് അവർ. അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ച് രണ്ടാൾ ഇത്രയും
150 വീതം എടുത്തതെന്നാണ് തോന്നണം എനിക്ക്. ആ കരാറ് ഓർമ്മ വരുന്നില്ല. 150 ഓരോരുത്തരും എടുത്തു തോന്നുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് 300 ഏക്കർ സ്ഥലത്ത് ഓ, വലിയ കൃഷിയാണ്. ഒരു 2-3 മല മുഴുവൻ അത്രയും വലിയ സ്ഥലത്ത് കൂട്ടുകൃഷിയായിട്ട്. അപ്പം അതിന് ലാഭവിഹിതം ഉണ്ടാവും എല്ലാവർക്കും. അതെ, ലാഭവിഹിതം ഉണ്ടാവും. അതിനെക്കാട്ടിലധികം അതിലേക്ക് വേറെ ഒരു കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു മാധ്യമങ്ങളും ഇത്രയും ഒന്നുമില്ലാത്ത ആ കാലത്ത് എഴുത്തുകൾ തന്നെ വളരെ കുറവ്, എഴുത്തയക്കൽ തന്നെ വളരെ കുറവ്. എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു കേരളത്തിലെ ഏറ്റവും നല്ല കുരുമുളക് ഇനം പന്നിയൂരാണ്. എങ്ങനെ ഇതൊക്കെ സാധിച്ചതെന്ന് വെച്ചില്ല. എന്നിട്ട് അതിൽ ചില 1-2 എഴുത്തുകൾ കണ്ടു. ചില ഫോറസ്റ്റ് ഓഫീസർമാരായിട്ട് ഇദ്ദേഹം കത്തിടപാടുകൾ നടത്തി അവരോട് അന്വേഷിക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല പന്നിയൂരെന്നല്ലേ പറയണത്. കാർഷിക സർവകലാശാല പന്നിയൂരാണ് ഏറ്റവും നല്ല ഇനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്നിട്ട് പന്നിയൂർ, അത് തളിപ്പറമ്പിൽ അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. എന്നിട്ട് അവിടുന്ന് 12,000 തല കുരുമുളക് വള്ളികൾ അതും ദിവസങ്ങൾ പിടിക്കും അവിടുന്ന് ഇവിടെ എത്താൻ. കാരണം കുറേ പുഴകളും തോടുകളും കാളവണ്ടിയിലും തോണിയിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു എഴുത്തിൽ കണ്ടത് അദ്ദേഹം അയച്ച ആൾ എഴുതിയിട്ടുണ്ട്, ഈ വാഴപ്പോള വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട്. അതെ, അതെന്തുകൊണ്ടാണ് ഇത് കേടുവരാതിരിക്കാനായിരിക്കും. അങ്ങനെ കെട്ടി അവിടുന്ന് 12,000 തല അവിടുന്ന് കാളവണ്ടിയിലും തോണിയിലും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ച് അങ്ങനെയാണത് കൃഷി ചെയ്ത്. എന്നിട്ടത് കൃഷി നല്ല നിലയ്ക്ക് നടന്നിരുന്നു. അതിൻ്റെ ഇടയിൽ പറയുമ്പോൾ അല്ലേ, പാർട്ട്ണർക്ക് സ്വന്തം വരുവാനായിരുന്നു ശരി, പാർട്ട്ണർ ഒഴിയാന്ന് പറഞ്ഞു. ഞാൻ ഇത് കരാറൊക്കെ എഴുതിയിട്ടാണ്, വക്കീലിനെ കണ്ട് കരാർ എഴുതി എന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ്. ഇപ്പോഴും ഉണ്ട് കരാർ എൻ്റെ കയ്യിലുണ്ട്. മരുമകനാണെങ്കിലും ഒക്കെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ലീഗലിയാണ് ഒക്കെ അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അപ്പോൾ ഒഴിഞ്ഞപ്പോൾ 2 കേസ് കൊടുത്തിട്ട് അപ്പോൾ ഈ അളങ്കൂർ ഭാഗത്തുനിന്ന് നടന്നു വരാൻ കുറച്ച് ദൂരം അധികം ഉണ്ടല്ലോ മഞ്ചേരിക്ക്, കോടതിയിലേക്ക്. അപ്പോൾ മരുമകൻ ഇങ്ങോട്ട് ഇവിടേക്ക് വരും. അമ്മയുടെ വീടാണല്ലോ ഇവിടെ. രാവിലെ എണീറ്റ് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് 10 മണിക്ക് ഊണും കഴിച്ച് വാദിയും പ്രതിയും ഒന്നിച്ച് വർത്താനവും പറഞ്ഞ് മഞ്ചേരി കോടതി വരാന്തയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടുപേരും സെപ്പറേറ്റ് ആയി. എന്താണ് അങ്ങനെ ഒരു കേസ് കൊടുക്കാനുണ്ടായ ഇഷ്യൂ? അദ്ദേഹം ഒഴിഞ്ഞു. ശരി, കരാറ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് പിന്മാറിയത്. പിന്നെ അതെങ്ങനെ സെറ്റിലായതിനെ കുറിച്ച് വല്ല രേഖകളും? അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഈ ശങ്കരൻ നമ്പൂരിയൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അത് പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു നഷ്ടപരിഹാരം തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒത്തുതീർപ്പായിട്ട് അതിൻ്റെ രേഖയുണ്ട്. അങ്ങനെ ആ സ്ഥലം ഒഴിഞ്ഞു കൊടുത്തു. അതുവരെ ഇവിടുന്ന് ആ കൃഷി നടത്തിയായിരുന്നു. ഇപ്പം താങ്കളിപ്പോൾ ഈ രേഖകളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്, ഒരുപാട് കാലമായിട്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇതിൽ പലതും വായിക്കാനൊക്കെ പാകത്തിലുള്ള അക്ഷരങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? അയ്യോ, അതാണ് രസം. ആദ്യമൊക്കെ ആ ഡയറി വായിക്കാൻ വളരെയധികം വിഷമിച്ചു. അന്നത്തെ ലിപിയുടെ വ്യത്യാസം, പിന്നെ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെയും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്ര വലിയ നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ല ശങ്കരൻ നമ്പൂരിയുടേത്. പിന്നെ ദീർഘപുള്ളി ഇല്ല അന്ന്. പോയി എന്നുള്ളതിന് പൊയ് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ചന്ദ്രക്കല ഇല്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചധികം വിഷമിച്ചിട്ടാണ് വായിച്ചു തുടങ്ങിയത്. പക്ഷേ ഒരു താല്പര്യം കൊണ്ട് എന്തൊക്കെയോ ഇതിലുണ്ട് എന്നുള്ളൊരു. ഇപ്പോൾ ഈ ഇത്രയും രേഖകളൊക്കെ താങ്കളുടെ കൈവശമുണ്ട്. ഇത് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ ചരിത്ര പഠന വിഭാഗമോ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷണ വകുപ്പൊക്കെ ഇത് ഉപയോഗപ്പെടുത്താറുണ്ടോ? അവർ നേരിട്ട് ഉപയോഗപ്പെടുത്താറില്ല. പക്ഷേ കുട്ടികൾ സർവകലാശാലയിൽ പഠിക്കുന്ന കോളേജിൽ പല കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ, PGക്ക് പഠിക്കുന്ന കുട്ടികളടക്കം ഇവിടെ വന്നിട്ട് പല
ഇതും ആവശ്യപ്പെടാറുണ്ട്. അവരതിനെ പറ്റിയിട്ട് എഴുതാറുണ്ട്. PhD ഒക്കെ ചെയ്യുന്ന ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ആയിരിക്കും അധികം വരുന്നുണ്ടാവുക. അതേപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പഞ്ചാംഗം. പഞ്ചാംഗം അത് 1860 എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പഞ്ചാംഗം മഞ്ചേരിയിലെ ഒരു പ്രസ്സിൽ ഉണ്ടാവുന്നത് അല്ലേ? അതെ, അത് ഇവിടെ നിങ്ങളെ ഇവിടെ ഇരിക്കുന്നുണ്ട്, രേഖകളിലുണ്ട് അല്ലേ? എന്താണ് ആ പഞ്ചാംഗത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുക? പഞ്ചാംഗത്തിൽ അന്നും ഇന്നൊക്കെ ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പഞ്ചാംഗത്തിനേക്കാളും കുറച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല പഞ്ചാംഗങ്ങളിലും പല വിവരങ്ങളും ഉണ്ട്. ഇപ്പോൾ പോസ്റ്റൽ നിരക്ക്, പിന്നെ ചില വ്യവഹാര നിയമങ്ങൾ, രജിസ്ട്രേഷൻ നിയമങ്ങൾ, ഇങ്ങനെയൊക്കെ അന്നത്തെ പഞ്ചാംഗത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ പഞ്ചാംഗത്തിൽ അതൊന്നുമില്ല ഇപ്പോൾ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു 1860 പഞ്ചാംഗം അച്ചടിച്ചത് മഞ്ചേരി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അന്ന് മദ്രാസിലുള്ളൊരു അരുണാചല മുതലിയാരുടെ മകൻ, എന്താ അപ്പം അതിൽ പേരെഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ആണ് ഇവിടെ പ്രസ് തുടങ്ങിയത്, മഞ്ചേരി ആദ്യത്തെ പ്രസ്. അദ്ദേഹത്തിന് തന്നെ കോഴിക്കോട് ഒരു പ്രസ് ഉണ്ടായിരുന്നു. ഈ കോഴിക്കോട് പ്രസ്സിനെ പറ്റിയിട്ട് നമ്മളെ ഉള്ളൂരടക്കം എന്തൊക്കെ ചില ലേഖനങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പം അടുത്ത ദിവസം ഒരു ലേഖനത്തിൽ ഞാൻ വായിക്കുന്നുണ്ടായി. അതേപോലെ ഒന്നാണ് അത് മഞ്ചേരിയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വിദ്യാലയം. അങ്ങനെ ഒരു ബ്രിട്ടീഷ് വിദ്യാലയം എന്ന് പറയാം. അതെ, അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് റോഡിലുള്ള ആ ക്രിസ്ത്യൻ പള്ളി നിർമ്മിക്കാനൊക്കെ സ്ഥലം കൊടുത്തതൊക്കെ കോവിലകം, മഞ്ചേരി കോവിലകത്തുകാരാണ് കൊടുത്തതെന്നൊക്കെ രേഖകളിലൊക്കെ കാണാം. അതെ, ഇപ്പോഴത്തെ ക്രിസ്ത്യൻ പള്ളി BM സ്കൂള്, BM സ്കൂള്, ക്രിസ്ത്യൻ പള്ളി. അതേപോലെ തന്നെയാണ് അന്നത്തെ ഒരു ബ്രിട്ടീഷ് വിദ്യാലയം. ആദ്യമായിട്ട് അതിന് ബ്രിട്ടീഷ് വിദ്യാലയം തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിൽ കാണുന്നത് റൈറ്റ് സ്കൂൾ എന്നാണ്. റൈറ്റ് സ്കൂൾ എന്നാണ് കാണുന്നത്. അപ്പോൾ ആ റൈറ്റ് സ്കൂളിൽ പറയുമ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ കീഴിലാണെങ്കിലും അത് നടത്തിക്കൊണ്ട് പോയിരുന്നത് ഇവിടുത്തെ ജമ്മിമാരാ. കാരണം ബ്രിട്ടീഷുകാർ ജമ്മിമാരെ ഇന്ന് അതിലേക്ക് ഇല്ലെങ്കിൽ അതിന് എനിക്ക് തോന്നുന്ന ഒരു വരിസംഖ്യ പോലെ എന്തെങ്കിലും പിരിപ്പിച്ചിട്ടുണ്ടോ? അതന്നെ, അവർ നോട്ടീസാണ് കയ്യിലുള്ളത്. അന്നത്തെ മൂത്തേടത്ത് പാലശ്ശേരി നാരായണൻ നമ്പൂതിരിക്ക് വർഷത്തിൽ 500 ഉറുപ്പിക വരുമാനമുള്ളതിനാൽ ഈ ഡിസംബർ 5-ാം തീയതിൻ്റെ ഉള്ളിൽ 5 ഉറുപ്പിക അടയ്ക്കണം റൈറ്റ് സ്കൂളിന്. അത് അടയ്ക്കാൻ താമസിച്ചു. അതിന് നോട്ടീസ് വന്നതാണ്. 1890 പൂരം കാണാൻ മുത്തശ്ശൻ പോയൊരു ഹിസ്റ്ററി ഉണ്ട്. അതേക്കുറിച്ച് ആ രേഖകളിൽ എന്താ പറയുന്നത്? അതിലെഴുതിയത്, ഡയറിയിൽ എഴുതിയത്, മഞ്ചേരിയിൽ നിന്ന് ഫറൂഖിലേക്ക് കാളവണ്ടി കയറി. അത് അധികം രാത്രിയാണ് യാത്ര. രാത്രി ഊണും കഴിഞ്ഞ് കാളവണ്ടിയിൽ കയറി കിടക്കും. രാവിലെ ആകുമ്പോഴേക്കും ഫറൂഖിലെത്തും. ഫറൂഖിലെത്തിയാൽ പിന്നെ അവിടെ പൂതേരി മഠം എന്ന് പറഞ്ഞിട്ടൊരു മഠം ഉണ്ടായിരുന്നു ഫറൂഖിൽ. നമ്മളെ സിനിമാ നടി വിധുബാലനെ കല്യാണം കഴിച്ചത് വീട് അങ്ങനെ എന്താണ്. ഏതായാലും അവിടെ എത്തിയാൽ കുളി, പിന്നെ രാവിലത്തെ മജ്ജപം അതൊക്കെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കഴിയുമ്പോഴേക്കും അവിടെ ഊണുണ്ട്. യാത്ര വഴിപോക്കർക്ക് പല സ്ഥലത്തും ഉണ്ട്. രാമനാട്ടുകാരുണ്ടായിരുന്നു, ഇവിടെ പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുളിയും ജപവും ഊണൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫറൂഖിൽ നിന്ന് വണ്ടി കയറി ഷൊർണൂർക്ക്. ഷൊർണൂർ എന്നല്ല പേര് കേട്ടോ, അന്ന് ചെറുവണ്ണൂർ എന്നാണ്. അപ്പോൾ അവിടുന്ന് കയറി ചെറുവണ്ണൂർക്ക് കയറി, അങ്ങനെ ഷൊർണൂർ ഇറങ്ങി പുഴ കടന്ന് അവിടുന്ന് വീണ്ടും കാളവണ്ടി പിടിച്ച് തൃശ്ശൂർ പൂരത്തിന് പോയി. അങ്ങനെ എഴുതിയിട്ടുണ്ട്, രേഖകളിലുണ്ടല്ലോ തൃശ്ശൂർ പൂരം. അല്ല, അതൊക്കെ അക്കാലത്ത് നമ്മളാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? സാധാരണഗതിയിൽ വേണമെങ്കിൽ പോവാ, അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മടിച്ചിങ്ങനെ നിൽക്കുമല്ലോ. പക്ഷെ അന്ന് അത്രയും
സൗകര്യങ്ങളൊന്നും ഇല്ലാത്തിട്ട് പോലും ആ ഒരു പൂരത്തിനോടുള്ള ഒരു ഇഷ്ടം അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടുള്ളത്. ഈവണതായാലും അദ്ദേഹത്തിന് വാദ്യത്തിനോടായിരുന്നു തോന്നുന്നു വലിയ കമ്പം. കാരണം വെടിക്കെട്ടിന് നിന്നിട്ടില്ല. അപ്പോഴേക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് പോന്നു, അല്ല രാത്രി തന്നെ പോന്നു. രാവിലെ ആകുമ്പോഴേക്കും ചെറുവണ്ണൂർ എത്തിയുണ്ട്. വെടിക്കെട്ട് രാവിലെ അല്ലേ പതിവ്, പുലർച്ചയൊക്കെ അല്ലേ. സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലോ അങ്ങനെ സർവീസ് അങ്ങനെ ഇല്ല. ഞാൻ കൃഷിക്കാരനായിട്ടാണ്. എൻ്റെ ജ്യേഷ്ഠന്മാർ മുഴുവൻ മാഷന്മാര്, അധ്യാപകരായിരുന്നു. നിങ്ങളൊരാൾ മാത്രം കൃഷിയിലേക്ക് പോകുന്നു. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് എന്താണ്? അന്ന് നെൽകൃഷി തന്നെയായിരുന്നു. നെല്ല്, കഴുങ്ങ്, പിന്നെ തെങ്ങ്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല? ഇപ്പൊ ഒന്നുമില്ല. കുടുംബം അങ്ങനെ? കുടുംബം ഞാനുടെ വൈഫുണ്ട്, 2 മക്കളാണ്. മകള് മഞ്ചേരി തന്നെയാണ് താമസം, ടീച്ചറാണ്. മകൻ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. മകനും കല്യാണം കഴിഞ്ഞ് മകൻ എന്താ ചെയ്യണേ? മകൻ ഡോക്ടറാണ്. മകനും മരുമകളും ഡോക്ടർമാരാണ്. സാറിന്റെ വൈഫ് ടീച്ചറാണ്. അരീക്കോട് ആറ്റുപുറത്തമ്പൂരുടെ സ്കൂളിൽ, കുഴക്കോട്ടൂർ സ്കൂളിൽ ടീച്ചറായിരുന്നു. ഉറുദു ടീച്ചറായിരുന്നു. ആ കാലത്ത് ഈ ഒരു വ്യത്യസ്ത സമുദായത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾ പോയി, ഇപ്പൊ ധാരാളം ആളുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ സംസ്കൃതം പഠിക്കുന്ന മുസ്ലിംസും ഉണ്ട്, അറബി പഠിക്കുന്ന ഹിന്ദുക്കളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അക്കാലത്ത് അതൊരു വലിയ സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഉറുദു പഠിക്കുക എന്ന് പറഞ്ഞത്, ഉറുദു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മുസ്ലിങ്ങളുടെ ഭാഷയായിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് പഠിച്ചിട്ട് ടീച്ചറാവുക പറഞ്ഞാൽ വലിയ ഇത് തന്നെ. അത് അവരെ ഒരു സമ്മതിക്കണം. അല്ലെങ്കിൽ അവരുടെ പിതാവ് അത് പഠിക്കാൻ സമ്മതിച്ചല്ലോ. അതൊരു ഉറുദു ടീച്ചറായിട്ട് റിട്ടയർ ചെയ്താണ് അല്ലേ? അല്ല, ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ് പഠിച്ചത്. ഏത് പ്രായത്തിലാണ് കല്യാണം കഴിയണേ? കല്യാണം കഴിഞ്ഞാൽ അവർക്കൊരു 21 വയസ്സ്, എനിക്ക് 26 വയസ്സോ കല്യാണം. അത് കഴിഞ്ഞ് 2 കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് അങ്ങനെ ഉറുദു പഠിക്കാൻ. അവർക്കൊരു 28 വയസ്സ്, 30 വയസ്സ്. എവിടുന്നാണ് ഉറുദു പഠിച്ചത്? മഞ്ചേരി റഷീദ് മാഷ് ബോയ്സ് സ്കൂളുണ്ടായി. അപ്പൊ 36 ഇവിടെ അടുത്തുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണോ? സർട്ടിഫിക്കറ്റ് കോഴ്സ്. അത് വെച്ചിട്ടാണ് ജോലി കിട്ടുന്നത്. പെൻഷനറാണ് അവര്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പഠിച്ചെത്ര നാൾ പഠിക്കണം അത്? അങ്ങനെ ഒരു കോഴ്സ് ഒരു വർഷത്തെ കോഴ്സ് തന്നെ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ട് പഠിച്ചാണ് അല്ലേ? അപ്പൊ അതിന്റെ ബേസ് ചെയ്താണ് ആ ജോലി കിട്ടുന്നത്. അത് എയ്ഡഡ് സ്കൂളാ? അപ്പൊ നമ്മൾ പൈസ കൊടുക്കണം. അതൊന്നൊക്കെ പൈസ കൊടുക്കണ്ടേ? പൈസ ഫീ ഉണ്ടാവുമല്ലോ. കുറഞ്ഞ പൈസ കൊടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് പൈസ. എനിക്കുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാറിപ്പോൾ ഇതിങ്ങനെ ഒക്കെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. ആ രേഖകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അത് ബൈൻഡ് ചെയ്തിട്ടും വളരെ വൃത്തിയായിട്ടൊക്കെ നല്ല സാധനങ്ങൾ പെട്ടി നിറയെ സംഭവങ്ങളാണല്ലോ ഉള്ളത്. ഇത് ഒരു ചരിത്ര പഠന വകുപ്പിനോ അല്ലെങ്കിൽ ഒരു പുരാവസ്തു ഗവേഷണ വിഭാഗത്തിനോ കൈമാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. അത് ആദ്യം തന്നെ ഇത് വന്നപ്പോൾ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു, പുരാവകുപ്പിൽ നിന്ന് രേഖാവകുപ്പിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് വന്നു. അതിൻ്റെ ഡയറക്ടർ വന്നു, ചോദിച്ചു ഞങ്ങൾ എടുക്കാം, ഞങ്ങൾ കൊണ്ടുപോയിട്ട് പ്രിസർവ് ചെയ്ത് ഭംഗിയായിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയറക്ടറോട് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഒരു കടലാസും ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്, നിങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ട് ഇത് മുഴുവൻ പ്രിസർവ് ചെയ്തെടുത്ത് വെക്കാൻ ഇവിടെ ഒരു സംവിധാനം, ഇവിടെ നിങ്ങൾ സംവിധാനം ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അത് അപ്പോൾ അവരോട് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, തിരുമേനി പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ വന്ന് ചെയ്തു തരാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ. അങ്ങനെ അവരാണ് ഇത് ഇങ്ങനെ ഈ രീതിയിലാക്കി മാറ്റിയത്. എന്നിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിന്നെ ഹിസ്റ്ററി പിന്നെ വിഭാഗം ശിവദാസ സാറുണ്ട്. ശിവദാസ സാറാണ് കുറച്ചുകൂടി ഞങ്ങൾക്ക് വളരെ സഹായം ചെയ്തു തന്നത്. എന്നിട്ട് അദ്ദേഹം മജീദും ഉണ്ടാകും തോന്നുന്നല്ലേ, മജീദ് സാർ ചെയ്തു തരാൻ. എന്നിട്ട് ശിവദാസ സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 10-60 കുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ താമസിച്ച് ഇവിടെ ഇരുന്നിട്ട് ഒരു 3 ദിവസം ഇവിടെ ഞങ്ങളൊരു ക്യാമ്പ് വെച്ചു. അപ്പോൾ കരിക്കാട് അമ്പലത്തിലും ഉണ്ട്, ഇതേപോലെ കുറേ ക്ഷേത്രത്തിലും ഉണ്ട്. അവരെയും കൂടി ഞാൻ കൂട്ടുപിടിച്ച്
അവിടെ വെച്ചിട്ട് പിന്നെ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെയാണ് ഉദ്ഘാടനം ചെയ്തത് ക്യാമ്പ്. അങ്ങനെയാണ് ഇത് മുഴുവൻ. അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത് അബ്ദുൾ മജീദ് സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം വല്ലാതെ, കാരണം എല്ലാവരും പഴയ കീറി പറഞ്ഞ വളരെയധികം മനസ്സിരുത്തി നല്ല ക്ഷമ കൊണ്ട ഒരു പരിപാടി. ക്ഷമയോട് കൂടി. മാത്രമല്ല അദ്ദേഹം കേരളത്തിലെ ഏറ്റവും നല്ല ആർക്കിവിസ്റ്റാണ്. അദ്ദേഹം ഇവിടെ വന്ന് ശനി ഞായറും ഇവിടെ വരും. താങ്കളുടെ ഒരു കാലശേഷം ഇത് ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറാവോ? മകൻ തയ്യാറാ. അങ്ങനെ താല്പര്യം ഉണ്ടായില്ല. സാധാരണ ഇങ്ങനത്തെ രേഖകൾ കിട്ടിയാൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വളരെ ഭംഗിയായിട്ട് എടുത്തു വെക്കും. ഇപ്പം നമ്മൾ മൈസൂരിൽ പോയി രാജാവിൻ്റെ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ കണ്ടില്ല, ഒരുപാട് ഒത്തിരി സംഗതികളാണല്ലോ പഴയതൊക്കെ ഉള്ളത്. വളരെ പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം. ഇതുപോലെ ആളുകളെ ആകർഷിക്കുന്നുണ്ട്. നമുക്കങ്ങനെ വേണമെങ്കിൽ ഈ രേഖകളൊക്കെ കൂടി ചേർത്ത് ഒരു മ്യൂസിയം പോലെ ഉണ്ടാക്കാം ഇവിടെ തന്നെ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇതേപോലെ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ഇതേപോലെ രേഖകളുള്ള പല ഇല്ലങ്ങളും ഉണ്ട്. അവരൊക്കെ എടുത്തു വെച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി അല്ല, അങ്ങനെ മറ്റ് ഇല്ലങ്ങളിൽ ഉള്ള രേഖകളും താങ്കളുടെ രേഖകളും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവില്ലേ? പല രേഖകൾക്കും ഉണ്ട്, ഉണ്ടാവും. കാരണം ഈ ഇല്ലങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതെ അതെ, അങ്ങനത്തെ പല വിവാഹ ബന്ധത്തിലൂടെ ഒക്കെ. അതെ അതെ, അതുണ്ട്. അപ്പം അത് ജോയിൻ്റ് ആയിട്ട് ഒരു ഒരു എന്താ പറയുക, ഒരു പുരാവസ്തു ചരിത്രരേഖകൾ സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും കൂടി ആലോചിച്ചിട്ടില്ല. ആലോചിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ധാരാളം ആളുകൾ ഇത് ഇവിടെ വന്ന്, ചരിത്ര വിദ്യാർത്ഥികളൊക്കെ ഇത് വന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് സാധാരണങ്ങൾ. എന്തൊക്കെ സൗകര്യങ്ങളാണ് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക? അവർ ചോദിക്കുന്നത് മാത്രം എടുത്തു കൊടുക്കുള്ളൂ, അതല്ലെങ്കിൽ ഈ പെട്ടി ഫുള്ള്? അത്രേ ഉള്ളൂ. അവർക്ക് ഏതാണ് ആവശ്യം, അവരുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അവർ ഓരോ സബ്ജക്റ്റ് ആയിട്ടാണല്ലോ അവർ എടുക്കണത്. അതെ അതെ അതെ. ഇപ്പോൾ ചിലർ മലപ്പുറം ജില്ലയിലത്തെ 19-ാം നൂറ്റാണ്ടിലെ വ്യവസായം അതിൽ റിസർച്ച് നടത്തണമെന്നുണ്ട് വെച്ചാൽ അതിനനുസരിച്ചുള്ള അതിലിപ്പോൾ ഒരു ഓട്ട് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത്. അപ്പം അതിൻ്റെ ഉള്ള വിവരങ്ങൾ കൊടുക്കും. ആ ഓട്ട് കമ്പനി ശരിക്കും എവിടെയായിരുന്നു? ഓട്ട് കമ്പനി ഇടവണ്ണയിലായിരുന്നു. പിന്നീടാണ് തോന്നുന്നത് അതൊക്കെ അതിന് ഫറൂഖ് ഭാഗത്തേക്കൊക്കെ പിന്നീട് ഓട്ട് കമ്പനി. ഫറൂഖ് ഉണ്ടായതിനു ശേഷമാണ്. അതിൻ്റെ ശേഷം ഫറൂഖ് ഉണ്ടായി. ബാസൽ മിഷനാണല്ലോ അതെ 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 തുടങ്ങിയത് ആദ്യം. ഫറൂഖ് ഉണ്ടായതിന് ശേഷമാണ് ഇവിടെ അത്. ഈ ശങ്കരൻ നമ്പൂരി അന്നത്തെ കാലത്തെ ആലോചിച്ച് നോക്കുകയാണ്. അദ്ദേഹം എല്ലാ സമുദായത്തിലുള്ള ആൾക്കാരെയും കൂട്ടുപിടിച്ച് അവരെ ഷെയർ എടുപ്പിച്ചിട്ട്. നമ്മൾ ഇന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് അക്കാലത്തെ ജീവിതം. മനുഷ്യർ തമ്മിൽ, എല്ലാവരും തമ്മിൽ, ഏത് ജാതിയിൽപ്പെട്ടവരും ആരെങ്കിലും വളരെ സ്നേഹത്തോടെയും ഒരു ആത്മബന്ധമാണ്. ഇന്നത്തെ മാതിരിയല്ല. ഇന്നത്തെ ഒരാൾ ഒരു രണ്ട് സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്നത് പോലും തന്നെ അപൂർവമായി, അതൊക്കെ ഒരു സംശയാസ്പദമായ രീതിയിലൊക്കെയാണ് നമ്മളെ കാലഘട്ടം മുഴുവനായിട്ട് മാറിപ്പോയി. അത്തരം ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ ആയിപ്പോ. അന്ന് അങ്ങനെയല്ലല്ലോ. അപ്പൊ അന്നൊരു ഇല്ലത്ത് ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ ആർക്കും വന്ന് കഴിക്കാം. അതെങ്കിലും ഒരു മുസ്ലിം തറവാട്ടിലൊരു ഭക്ഷണം ഉണ്ടെങ്കിൽ ആർക്കും കഴിക്കാം. ആ ഒരു രീതിയൊക്കെ ഇപ്പം മാറിയില്ല. അപ്പം അതൊരു അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ, ഇപ്പം ഞാനിപ്പോൾ സാറ് പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് വളരെ വിശാല മനസ്കതയുള്ള ഒരു ആളായിരുന്നു. കുറഞ്ഞ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഇപ്പം 35 വയസ്സിൽ തന്നെ മരണപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ ഈ വക സംഗതികളൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും ഒരു എന്താ പറയുക, ഒരു നിശ്ചയദാർഢ്യവും ഒരു ആത്മവിശ്വാസവും എന്തെങ്കിലും അവനാൻ്റെ കാലത്തിന് മുമ്പായി ഈ ഓർമ്മിക്കപ്പെടാവുന്ന പലതും ചെയ്തു വെച്ചിട്ട് പലതും ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ആ ചെയ്തു വെച്ചതിന്റെ അദ്ദേഹത്തിന്റെ നന്മകളാണ് ഈ പട്ടികയിലുള്ളത്. അത് സൂക്ഷിക്കുക എന്നുള്ളതാണ് താങ്കൾ ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും അത് സൂക്ഷിക്കൽ മാത്രമല്ല, ഇതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ അത് ഉപകരിക്കുമെങ്കിൽ അത് ഉപകരിക്കും. അത് കാരണം വെച്ചാൽ ചരിത്രം ഒരിക്കലും ആർക്കും വായിച്ചു കളയാൻ പറ്റില്ല. ചരിത്രം എന്നും ചരിത്രം തന്നെ. അതാര് എന്തൊക്കെ വെള്ളം ചേർത്ത് എഴുതിയാലും അത് ഇല്ലാതാവുന്നില്ല. അതിന് ചില ഭംഗം വരുത്താനൊക്കെ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരാം കാലഘട്ടം. പക്ഷേ ഇത്തരം രേഖകൾ എന്നും സൂക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇത്
ഈ തലമുറ എന്നല്ല, ഇനി വരാൻ പോകുന്ന തലമുറക്കൊക്കെ പാഠങ്ങളായിരിക്കേണ്ട കാര്യങ്ങളാണ്. അതെ. പലതും നമ്മളെ പാഠപുസ്തകങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ വരുന്ന തലമുറക്ക്, പുതുതലമുറക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഉത്തരവാദിത്തമാണ് താങ്കൾ എടുക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാറിപ്പോൾ ഇതിങ്ങനെ ഒരുപാട് പെട്ടി നിറയെ രേഖകളാണല്ലോ. അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഒരു പുസ്തക രൂപത്തിലാക്കി വെച്ചൂടെ? ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല ചരിത്രകാരന്മാരും പല ഹിസ്റ്ററി പ്രൊഫസർമാരും ഒക്കെ എന്താ നിങ്ങൾക്കൊരു പുസ്തകമാക്കി കൂടെ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അത് എഴുതിയിട്ടുണ്ട്. അത് ശിവദാസ് സാറാണ് അതിന് മുൻകൈ എടുത്ത് വന്നിട്ടുള്ളത്. എഴുതി ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പ്രിന്റ് ചെയ്യാൻ. പുസ്തകത്തിന്റെ പേര് നിശ്ചയിച്ചോ? ഇല്ല, അതൊക്കെ പിന്നെ അദ്ദേഹം തന്നെ. ഓക്കെ ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. അതെ. അപ്പം സത്യത്തിൽ നമ്മുടെ ഒരുപാട് ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തു. ഈ ചരിത്രരേഖകൾക്ക് കാവലിരിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പരിചയപ്പെടാനും ഫോക്കസിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പല കോളേജുകളിൽ നിന്നും പ്രൊഫസർമാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു പ്രൊഫസർ വന്ന് ചില രേഖകളൊക്കെ നോക്കിപ്പോയിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു താങ്കളെ പോലെ ഒരാൾ വന്ന് ഇൻ്റർവ്യൂ നടത്തുന്നത് ആദ്യമായിട്ടാണ്. അതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ കോളേജ് MA എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് 2002 പെരിന്തൽമണ്ണയിൽ തുടങ്ങിയതാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടു കൂടി വന്നിട്ടുള്ള, അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും കുറഞ്ഞ ചിലവിൽ ടെക്നോളജി പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങൾ 2027 സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അല്ല, ഇത്രയും വലിയൊരു മഹത്തായിട്ടുള്ള സ്ഥാപനമാണ് നിങ്ങളുടെ കോളേജ് എന്നുള്ളത് പത്രങ്ങളിൽ കൂടി ഞാൻ അറിഞ്ഞിട്ട്, ഞാൻ അവിടെ വന്നിട്ടൊന്നുമില്ല. ഏതായാലും ഇത്രയും വലിയൊരു കോളേജിൽ ഇങ്ങനൊരു സന്ദർഭത്തിൽ എല്ലാ ആശംസകളും നേരണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ ഒരു MA എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു സ്നേഹോപഹാരമാണ്.